സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ പ്രകീർത്തിച്ച ദേശീയ ദിനപത്രം പുതിയ മദ്യനയം പ്രായോഗിക സമീപനത്തോടെയുള്ളതാണെന്നും സംസ്ഥാനത്തിന്റെ വരുമാനം കൂട്ടാൻ കൈക്കൊണ്ട വിവേകപൂർവമായ നടപടിയെന്നും ഹിന്ദു ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. വിവരങ്ങൾ സുനിൽ അരുമാനൂർ നൽകും. സുനിൽ, ഈ ഹിന്ദു ദിനപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ സംസ്ഥാനത്തിന്റെ മദ്യനയത്തെ ഏത് രീതിയിലാണ് അവർ നോക്കിക്കാണുന്നത്? മനു, സംസ്ഥാന സർക്കാർ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച മദ്യനയത്തെ വളരെ ആഴത്തിലുള്ള പരിശോധനയിലൂടെ തന്നെയാണ് ഹിന്ദു ഇന്ന് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നത് ഇത് സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനം ഉയർത്താനുള്ള വിവേകപൂർവമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ മദ്യനയത്തെ കാണേണ്ടത് എന്നത് തന്നെയാണ്. ഇതിന് കാരണങ്ങൾ നിരത്തുന്നത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ മദ്യനയം റവന്യൂ മേഖലയിലുണ്ടായിട്ടുള്ള വരുമാന തകർച്ച, അതോടൊപ്പം തന്നെ ബാറുകളെ തമ്മിൽ വേർതിരിക്കുന്ന തരത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാറിൻ്റെ ലൈസൻസ് നൽകിക്കൊണ്ട് മറ്റ് ഹോട്ടലുകളെ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലേക്ക് അല്ലെങ്കിൽ അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ UDF സർക്കാർ പോയതും ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ജീവനക്കാർക്ക്, നിരവധി തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടതും ഈ ഒരു നിലപാടിൻ്റെ ഭാഗമാണെന്നും ഇതിനകത്ത് കുറിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തൊഴിലാളികളുടെ തൊഴിൽ ഉറപ്പാക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനം ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ഒരു നയമാണ് LDF സർക്കാരിൻ്റെ മദ്യനയം എന്നാണ് ഹിന്ദു മുഖപ്രസംഗത്തിൽ വിവരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ മുഖപ്രസംഗത്തിനകത്ത് സൂചിപ്പിക്കുന്നത്, നേരത്തെ ഉള്ള ഒരു തീരുമാനത്തിലുണ്ടായിരുന്ന ഹോട്ടലുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ്റെ വേർതിരിവ് ഇതിലൂടെ ഇല്ലാതായിരിക്കുന്നു. ഈ മദ്യനയം നടപ്പാകുന്നതിലൂടെ തന്നെ 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾക്ക് കൂടെ മദ്യത്തിൻ്റെ ലൈസൻസ് ലഭ്യമാകുന്നു. ഒപ്പം 2 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ഹോട്ടലുകൾക്ക് വൈൻ ബിയർ കച്ചവടം നടത്താനുള്ള അനുമതി ലഭിക്കുന്നു. ഇതുപോലെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും തിരികെ അവർക്ക് തൊഴിൽ ലഭിക്കുന്ന തരത്തിലുള്ള നടപടി, ഒപ്പം വരുമാനം എന്നുള്ള രീതിയിലും. അതോടൊപ്പം മറ്റൊരു പോയിന്റ് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്, മദ്യം ലഭ്യമാക്കുന്നതിനുള്ള അല്ലെങ്കിൽ മദ്യം വാങ്ങാനുള്ള പ്രായപരിധി ഉയർത്തിയ തീരുമാനവും പ്രശംസന അർഹിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. 21 മുതൽ 23 വരെ, 21 എന്നുള്ളത് 23ലേക്ക് മാറ്റിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം ഇതിനകത്ത് പ്രശംസനീയമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ എതിർത്ത് നിൽക്കുന്നത് പ്രതിപക്ഷത്തിനോടൊപ്പം ഒരു പ്രത്യേക മതവിഭാഗം മാത്രമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ട് എന്നും അവർ അങ്ങനെ നിൽക്കുന്നു എങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി തന്നെ നൽകിയിട്ടുണ്ടെന്നും ഈ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്. അതായത് സർക്കാർ മദ്യനിരോധനമല്ല ഉദ്ദേശിക്കുന്നത്, മദ്യവർജനമാണ്. അത്തരത്തിൽ മദ്യവർജനം എന്ന പ്രവർത്തനത്തിൽ സർക്കാർ ഏർപ്പെടുമ്പോൾ സർക്കാരിനോടൊപ്പം പ്രവർത്തിക്കാൻ ഇത്തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള സംഘടനകൾ രംഗത്ത് വരണമെന്നും അത്തരത്തിലൂടെയാണ് അവർ ഈ ഒരു മദ്യത്തിനെതിരെയുള്ള സമരം നടത്തേണ്ടത് എന്നുള്ള കാര്യവും ഹിന്ദുവിൻ്റെ ഈ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. സുനിൽ, പ്രധാനമായും നമ്മുടെ രാജ്യത്ത് ഭരണഘടന മദ്യം നിരോധിക്കാത്തിടത്തോളം കാലം അത് കഴിക്കുന്നവർക്ക് നല്ല മദ്യം കൊടുക്കേണ്ട ഒരു ബാധ്യത ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ ആ രീതി മുന്നിൽ കണ്ടുകൊണ്ട്, ഒപ്പം നേരത്തെ ഇത് നിരോധിച്ചിടത്തൊക്കെ വലിയ പരാജയമാണ് വിഷയമുണ്ടാക്കിയത് എന്നും നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും മദ്യവർജനം എന്ന നിലപാടിൽ ഊന്നിക്കൊണ്ട് പ്രായോഗികമായ ഒരു മദ്യനയത്തിലേക്ക് സർക്കാർ വരുന്നു. നേരത്തെ നമ്മൾ കണ്ടതുപോലെ 2 വ്യക്തികളുടെ ഈഗോ ക്ലാഷിലൂടെ ഒരു സംസ്ഥാനത്തിന്റെ മദ്യനയം പ്രഖ്യാപിച്ചൊരു കാഴ്ച നേരത്തെ കണ്ടതാണ്. അതിനെയൊക്കെ മറികടന്ന് ഒരു പ്രായോഗിക നിലപാടിലേക്ക് സംസ്ഥാനം എത്തുന്നു എന്നാണോ ഹിന്ദു വിവക്ഷിക്കുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഹിന്ദു പത്രം നടത്തിക്കൊണ്ട് അവരുടെ മുഖപ്രസംഗം രൂപീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കി ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മനു പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മദ്യനയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും അതുപോലെ ഷിബു ബേബി ജോൺ ഘടകകക്ഷി UDFിലെ ഘടകകക്ഷിയിലെ നേതാവ് കൂടിയായ ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ രംഗത്തെത്തിയതും മുരളീധരൻ തന്നെ ഈ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ മദ്യനയം രൂപപ്പെട്ടത് ക്ലിഫ് ഹൗസിലാണെങ്കിൽ അത് അവസാനിച്ചത് കന്റോൺമെന്റ് ഹൗസിലാണ് എന്നുള്ള തരത്തിലേക്ക് വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയും നടത്തിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കാൽക്കുലേഷനോട് കൂടിയുള്ള ഒരു നയം തന്നെയാണ് ഈ സർക്കാർ പ്രഖ്യാപിച്ചതെന്നാണ് ഹിന്ദു ഇതിനകത്ത് മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് ഓരോരോ പോയിന്റുകൾ സ്പെസിഫൈ ചെയ്ത് തന്നെയാണ് സമർത്ഥിക്കുന്നത്. മദ്യവർജനം എന്ന തരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഡി അഡിക്ഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മദ്യനിരോധനവും
വർജനവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നു. ഈ പ്രവർത്തനങ്ങളുമായി ഇത്തരത്തിൽ എതിർപ്പുമായി വരണവർ ഒരുമിച്ച് ഇത് പ്രവർത്തിച്ചാൽ മാത്രം മതി. മദ്യം ലഭ്യമായാലും അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജനങ്ങൾ മാറി നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ, LDF-ന്റെ നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നയം രൂപീകരിച്ച് ഇപ്പോൾ പുറത്തു വച്ചിട്ടുണ്ട്. ഈ നയത്തിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ദേശീയ ദിനപത്രം കൂടിയായ ദി ഹിന്ദുവിൻ്റെ എഡിറ്റോറിയലിൽ പറയുന്നത്. ശരി, സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ദേശീയ ദിനപത്രം ഹിന്ദുവിൽ മുഖപ്രസംഗം വന്നിരിക്കുന്നു. വളരെ പ്രായോഗികമായ ഒരു മദ്യനയമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് ഹിന്ദു നിരീക്ഷിക്കുന്നത്.